പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയിപ്പിക്കാൻ CPIM LDF കൺവീനർ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിൽ നേരിട്ടെത്തി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുമായി സംസാരിക്കും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് പകരമുള്ള ഫോർമുലയാകും TP രാമകൃഷ്ണൻ സംസാരിക്കുകയെന്നാണ് സൂചന. എന്നാൽ ഉപനേതൃ പദവി കുറഞ്ഞുള്ള ഒന്നിനും വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിലാണ് CPI. TV പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. MN സ്മാരകത്തിലേക്ക് TP രാമകൃഷ്ണൻ എത്തുന്നു എന്നത് തന്നെ CPM അക്കാര്യത്തിൽ ഒന്ന് വഴങ്ങുന്നു എന്നുള്ള സൂചനയാണ്. പക്ഷേ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമൊന്നും CPIക്ക് വിട്ടുകൊടുക്കാൻ CPM ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഒരു ഫോർമുല? എന്തായാലും ഈ പ്രശ്നത്തിനെ അധികം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഇതുവരെയും LDF യോഗം വിളിച്ചില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. TV പ്രസാദ്, അസാധാരണമായ സാഹചര്യമാണ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. സമീപകാലത്തൊന്നുമില്ലാത്ത ഗുരുതരമായ പ്രതിസന്ധിയാണ് LDFൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ സംബന്ധിച്ച് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ CPIM വഴങ്ങുന്നത് കൊണ്ടല്ല TP രാമകൃഷ്ണനെ MN സ്മാരകത്തിലേക്ക് പാർട്ടി അയക്കുന്നത്. പകരം CPIയെ ഒന്ന് മയപ്പെടുത്താൻ കഴിയുമോ എന്ന ആലോചനയാണ് നടത്തുന്നത്. കാരണം ഉപനേതാവ് പദവി അത് വിട്ടുകൊടുക്കാൻ CPIM തയ്യാറല്ല, CPIM ഒരുക്കമല്ല. നിലവിൽ KN ബാലഗോപാൽ ആ സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും KN ബാലഗോപാൽ ആ കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നുമുണ്ട്. മാത്രവുമല്ല CPIMന്റെ ഒരു തീരുമാനം തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണം എന്നുള്ളത്. പക്ഷേ CPI പെട്ട പെടൽ എന്ന് പറയുന്നത് അരുൺ, ആ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യം പരസ്യമായി പറഞ്ഞു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഊരാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് CPI മാറി എന്നതാണ് യാഥാർത്ഥ്യം. അതുകൂടാതെ ഇവിടുത്തെ നിലപാട് കണ്ട് CPIയുടെ ദേശീയ സെക്രട്ടറി D രാജയടക്കം പറഞ്ഞു ഉപനേതാവ് പദവി CPIക്ക് വേണം എന്നുള്ളത്. അതോടുകൂടി CPI നേതൃത്വം വെട്ടിലാവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് കണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അസാധാരണമായ സാഹചര്യമായിരുന്നു. സംസ്ഥാനത്ത് LDF കൂടാൻ കഴിയുന്നില്ല. നിയമസഭയിൽ അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം പോലും കൂടാൻ കഴിയുന്നില്ല. സമീപകാലത്തൊന്നുമില്ലാത്ത പ്രതിസന്ധി. അതിനിടയിൽ ഇന്ന് പതിവിൽ നിന്ന് വിപരീതമായി സാധാരണ നമ്മൾ കാണുന്ന കാഴ്ച, CPI നേതാക്കൾ AKG സെന്ററിലേക്കാണ് പോകുന്നത് എങ്കിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ നേരെ MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ കാഴ്ച കണ്ടത് PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ശിവൻകുട്ടിയും സംഘവും നേരെ എത്തിയത് MN സ്മാരകത്തിലേക്കാണ് എന്ന് നമ്മൾ കണ്ടു. ഇന്നെന്തായാലും ആ ഉപനേതാവ് പദവി CPIMന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. പകരം എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിൽ വീഴാൻ CPIക്ക് കഴിയുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. കാരണം പാർട്ടിയുടെ സെക്രട്ടറിയാണ് പരസ്യമായി ഉപനേതാവ് പദവിയിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും പിന്മാറാൻ കഴിയില്ല എന്ന നിലപാടെടുത്തത്. എന്തായാലും ഇന്നത്തെ ദിവസം രണ്ട് പാർട്ടികൾക്കും നിർണായകമാണ് അരുൺ, പ്രത്യേകിച്ച് മുന്നണിക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, MN സ്മാരകത്തിലെത്തി TP രാമകൃഷ്ണനുമായിട്ട് ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകുമോ എന്നുള്ളതാണ്. മഞ്ഞൊക്കെ ഉരുകും, പക്ഷേ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ് CPI നിലപാട്.